നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ 120 അധ്യായം 7 വാക്യം. ഞാൻ സമാധാനത്തിനായി നിലകൊള്ളുന്നു, എന്നാൽ ഞാൻ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ അവർ പോരിനൊരുങ്ങുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും പലപ്പോഴും ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ മാത്രമല്ല, ലോകം പോലും സമാധാനത്തിനായി മുറവിളി കൂട്ടുകയാണ്. എന്നാൽ നാം സമാധാനം പാലിക്കുന്നിടത്ത് മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മളെ കണ്ട് അല്ലെങ്കിൽ നമ്മളെ ചൂണ്ടി പലതും പറയാറുണ്ട്, നമ്മളെ പ്രകോപിപ്പിക്കാൻ എന്നവണ്ണം. നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കെതിരെ പറയുവാൻ അല്ലെങ്കിൽ നമുക്കെതിരെ പരിഹാസങ്ങൾ ഏൽപ്പിക്കുവാൻ, നമുക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തി സംസാരിക്കുവാൻ പലരും നമ്മുടെ ചുറ്റിലും പതിയിരിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ഇത്തരം അനുഭവങ്ങളിലൂടെയാകാം നമ്മൾ കടന്നു വന്നത്. എന്നാൽ വചനം ഇവിടെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളെല്ലാം തന്നെ ദൈവം അറിയുന്നുണ്ട് എന്നുള്ളത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇതൊക്കെയും ഒരു പരീക്ഷകളായി, ഓരോ പരീക്ഷണങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്നതായിരിക്കാം. നമ്മുടെ സമാധാനം പരിശോധിച്ചറിയുവാൻ, നമ്മുടെ ക്ഷമ പരിശോധിച്ചറിയുവാൻ, നമ്മുടെ ഹൃദയ അന്തർഭാഗങ്ങളെ തിരിച്ചറിയുവാൻ ഒക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന പ്രതിസന്ധികളിൽ അതേ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കെതിരെ സംസാരിക്കുന്നവരോടുകൂടി ക്ഷമിക്കുവാനും പൊറുക്കുവാനും അവരോട് സമാധാനത്തോടു കൂടി വർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ദാനമായ ക്ഷമയും സഹവർത്തിത്വവും ഒക്കെ നമ്മളിൽ നിറയട്ടെ. ഈ വചനത്തിന്റെ ശക്തിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരുപാട് കർഷകർ ഒരുമിച്ച് കൂടുന്ന ഒരു ആഘോഷം നടക്കുകയാണ്. വലിയ ആഘോഷമായിരുന്നു, വിളവെടുപ്പിന്റെ ആഘോഷം. അങ്ങനെ ഗ്രാമത്തിന്റെ പല അതിർത്തികളിൽ നിന്നും ആ വഴികളിലൂടെ സഞ്ചരിച്ച് ഒരുപാട് കർഷകർ അവിടേക്കെത്തി. അങ്ങ് അകലെ മലപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും 10 കർഷകർ ഒരുമിച്ച് ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരികയാണ്, ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും തങ്ങൾക്കുള്ള വിളവ് പങ്കുവയ്ക്കുവാനുമായി. എന്നാൽ വരുന്ന വഴിക്ക് പതിവില്ലാതെ വലിയ കൊടുങ്കാറ്റുണ്ടാവുകയാണ്, വലിയ പേമാരി ഉണ്ടാവുകയാണ്. ഇടിമിന്നലുകളിൽ ഭയന്ന് ഇവർ 10 പേരും ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നു. മഴ കുറച്ചെങ്കിലും ശമിച്ചതിന് ശേഷം മാത്രം യാത്ര തുടരാം എന്നവർ ചിന്തിക്കുന്നു. അങ്ങനെ കൂട്ടത്തിലുള്ള പ്രധാനിയായ ഒരാളുടെ നിർദ്ദേശത്തിൽ ഇവരെല്ലാവരും അഭയം ആ അമ്പലത്തിനുള്ളിലേക്ക് പ്രാപിക്കുന്നു. എന്നാൽ ഒരുപാട് നേരം കാത്തിരുന്നിട്ടും മഴ തോരുന്നില്ല. അതുമാത്രമല്ല, കൂടുതൽ ഇടിമിന്നലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കേട്ട് അവർ ഭയന്നു പോകുന്നു. എന്നാൽ ആ കൂട്ടത്തിലെ തന്നെ പ്രധാനിയായിട്ടുള്ള ഒരുവൻ ആ നിമിഷം ഒരു കാര്യം അവരോട് എല്ലാവരോടുമായി പങ്കുവെക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ ഏറ്റവും വലിയ പാപം ചെയ്ത് നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ കോപമാണ്. ഇടിമിന്നലുകൾ കേട്ടിട്ടില്ലേ? ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നുമുള്ള കോപത്തിന്റെ ഫലമാണ്. അങ്ങനെയെങ്കിൽ കൂട്ടത്തിലുള്ള ആ പാപിയായ മനുഷ്യനെ പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും തങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കാം, ഇടിമിന്നലുകളിൽ നിന്ന് രക്ഷ നേടാം. അങ്ങനെ അയാളുടെ ചിന്ത മുഖവിരക്കെടുത്ത് ഈ 10 പേരും കൂട്ടത്തിലെ പാപിയെ കണ്ടുപിടിക്കാൻ തീരുമാനിക്കുകയാണ്. ആരായിരിക്കും ആ കൂട്ടത്തിലെ പാപി? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ജാസ്മിൻ. ജാസ്മിൻ ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവനന്തപുരത്ത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡും മോളും. മോള് പഠിക്കുവാണോ? മോള് പഠിക്കുക. ഓക്കെ. അപ്പം വെക്കേഷൻ ഒക്കെ അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ ആള് വീട്ടിലുണ്ടല്ലേ? മോള് BBSന് പോയിരിക്കുന്നു. BBSന് പോയേക്കുവാണ്. ഓക്കെ, സന്തോഷം ചേച്ചി. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നത് എങ്ങനെയാണ്? പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നത് എങ്ങനെയാണ്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. സംശയിക്കേണ്ട ആവശ്യമില്ല. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഏക മനുഷ്യനാൽ. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു, ഉത്തരം തെറ്റിപ്പോയോ?
അതെ. വാക്കുകൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടറിപ്പോയി. സാറില്ല കേട്ടോ. ഇപ്പൊ ഒന്നാമത്തേത് ശരിയാ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ചോദ്യം ഇങ്ങനെയാണ്: പാപത്താൽ ലോകത്തിലേക്ക് വന്നത് എന്താണ്? മരണം. സംശയമൊന്നുമില്ല. ഇല്ല. ഇതിൽ വാക്കുകൾക്ക് ഇടർച്ചയില്ല. ഇല്ല ഇല്ല. ഇല്ല, ഉത്തരം ശരിയാട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: മരണം. അതെ. അപ്പോ രണ്ട് ചോദ്യങ്ങളും നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അതെ. മോളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മോളെ കൊണ്ട് പാടിക്കായിരുന്നു. പക്ഷെ മോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ചേച്ചി ഒരു പാട്ട് പാടാവോ? പാടാം. പാടിക്കോളൂ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹലോ. ഹലോ. ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ. മോളെ ഈ പാട്ടൊക്കെ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ. അവളിപ്പോ VBSന് പാടുമായിരിക്കും അവിടെ. അതെ. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നാലോ? ഓക്കെ. ചോദ്യം ഇതാണ്: പാപവും മരണവും ലോകത്തിൽ വന്നത് എങ്ങനെയാണ്? ചേച്ചി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടെ ഒന്ന് പറയൂ. പാപവും മരണവും ലോകത്തിൽ വന്നത് എങ്ങനെയാണ്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. അതെ. അത് കണക്ട് ആയിട്ട് ചെയിൻ പോലെ പോകുന്ന ഉത്തരവ് അല്ലേ? അതെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് ഒരു വചനം പങ്കുവെക്കാവോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം. ഓക്കെ, പറയാം. ഓക്കെ, പറഞ്ഞോളൂ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. റഫറൻസ് ഓർമ്മയുണ്ടോ? അതെ, യോഹന്നാൻ 3:16. 3:16. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു കേട്ടോ. പറഞ്ഞപ്പോ തന്നെ ഉടനെ വചനം പറഞ്ഞില്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കയറാവേ. ചോദ്യം ഇതാണ്: മരണം സകല മനുഷ്യരിലും വ്യാപിച്ചത് എങ്ങനെയാണ്? എല്ലാവരും പാപം ചെയ്തതിനാൽ. സ്വാഭാവികം അല്ലേ? അതെ. ഓക്കെ, പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ അതെ. അപ്പോ തീർച്ചയായിട്ടും ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: എല്ലാവരും പാപം ചെയ്തതിനാൽ. അതെ. അപ്പൊ നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി, ഒരു പാട്ടൊക്കെ പാടി വചനമൊക്കെ പങ്കുവെച്ചു. ചേച്ചി ഹാപ്പി അല്ലേ? അതെ, ഹാപ്പിയാണ്. ഓക്കെ ചേച്ചി, അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജാസ്മിൻ ചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി എല്ലാ ചോദ്യങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊക്കെ നൽകി. പിന്നെ മാത്രമല്ല, ഒരു കുഞ്ഞു മോളുള്ള വീടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈശോ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. നന്നായിട്ട് പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആ കുരുന്നിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് വീണ്ടും മടങ്ങി വരാം. നമ്മുടെ 10 കർഷകർ ഒരു അമ്പലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ആയിരുന്നു കൊണ്ട് തങ്ങളിലെ പാപിയെ കണ്ടുപിടിക്കാനുള്ള പരീക്ഷണത്തിലേക്ക് ഏർപ്പെടാൻ പോവുകയാണ്. ഈ കൂട്ടത്തിലെ പ്രധാനിയായിട്ടുള്ള ആൾ തന്നെ അല്ലെങ്കിൽ തലയെടുപ്പുള്ള ആ വ്യക്തി തന്നെ പറയുകയാണ്: നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ തൊപ്പിയുണ്ട്, ബാള കൊണ്ടുണ്ടാക്കിയ തൊപ്പി. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ എല്ലാവരുടെയും കൈവശമുള്ള അല്ലെങ്കിൽ നമ്മുടെ പക്കലുള്ള എല്ലാ തൊപ്പികളും നമുക്ക് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് വെക്കാം. കാറ്റടിക്കുമ്പോൾ ഏതാണോ പറന്നു പോകുന്നത്, ഏത് തൊപ്പിയാണോ ആരുടെ തൊപ്പിയാണോ പറന്നു പോകുന്നത്, അയാളായിരിക്കും ഈ കൂട്ടത്തിലെ പാപി.
ആ തൊപ്പികളെല്ലാം അവിടെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള പാപിയെ കണ്ടെത്താം. ദൈവം തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായിട്ടുള്ള വിധി നിർണയം നടത്തും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇതൊരു പരീക്ഷണമാണ്. ഇടിമിന്നലുകൾ ഈ ക്ഷേത്രത്തെ പോലും ആവരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, വലയം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പാപിയായ മനുഷ്യനെ മാറ്റി ബാക്കിയുള്ളവർക്കെങ്കിലും രക്ഷപ്പെടാമല്ലോ. എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും തങ്ങളുടെ പക്കലുള്ള തങ്ങളുടെ കൈവശമുള്ള തൊപ്പികളെല്ലാം എടുത്ത് ക്ഷേത്രത്തിന്റെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുചെന്ന് വെക്കുന്നു. ശക്തമായ കാറ്റടിക്കുമ്പോൾ അതിലൊരു തൊപ്പി മാത്രം പറന്ന് നിലത്തേക്ക് വീഴുകയാണ് ചെയ്തത്. ബാക്കി എല്ലാ തൊപ്പികളും യഥാസ്ഥാനത്ത് എവിടെയാണോ വെച്ചത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള 9 പേരും ചേർന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന പറന്നുപോയ തൊപ്പിയുടെ ഉടമസ്ഥനെ കണ്ടെത്തുകയാണ്. ഒരു പാവപ്പെട്ട കർഷകൻ. അദ്ദേഹം നിറകണ്ണുകളോടുകൂടി എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൈകൾ കൂപ്പി അവരുടെ മുന്നിൽ നിൽക്കുമ്പോഴും അവരിങ്ങനെയാണ് പറയുന്നത്: നിങ്ങളാണ് കൂട്ടത്തിലെ പാപി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഒരുപക്ഷെ ഞങ്ങളെങ്കിലും രക്ഷപ്പെടും. ഈ 9 പേരുടെ ജീവനെ മാനിച്ച് താങ്കൾ സ്വമനസാലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അത്രയും നല്ലത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോളൂ എന്ന് പറയുകയാണ്. എന്നാൽ ഈ കർഷകനാകട്ടെ ഈ പാവപ്പെട്ട മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയാതെ, തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ആ തൊപ്പിയും എടുത്ത് മരണത്തെ ഏറ്റുവാങ്ങാൻ എന്നോണം അദ്ദേഹം അവിടെ നിന്നും യാത്ര തിരിക്കുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്തായിരിക്കും സംഭവിച്ചത് എന്നുള്ള കഥയിലേക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമുക്ക് രണ്ടാമത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൂസൻ. സൂസൻ ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ മാവേലിക്കര വെട്ടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വിളിക്കും. മാവേലിക്കര വെട്ടിയാർ. അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ആ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. മാവേലിക്കരയിൽ ഇടയ്ക്കൊക്കെ മഴ കിട്ടാറുണ്ടോ? മഴ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കര ചൂടാണ്. ഓക്കെ, ചൂടും ഉണ്ടല്ലേ. അതെ. സാരമില്ല, ഇടയ്ക്കൊക്കെ മഴ കിട്ടും കേട്ടോ. ഒന്ന് തണുക്കാൻ വേണ്ടിട്ട് ചെറിയ മഴയൊക്കെ കിട്ടും. അതെ. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാലോ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ആര് മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നും ഇല്ലായിരുന്നല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ബൈബിളൊക്കെ വായിക്കാറുണ്ടോ എല്ലാ ദിവസവും? ആ, വായിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അത് തന്നെയാണ്, യേശുക്രിസ്തു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നതിനാൽ നാം എന്തിൽ പ്രശംസിക്കുന്നു? കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നതിനാൽ നാം എന്തിൽ പ്രശംസിക്കുന്നു? കഷ്ടതകളിലും പ്രശംസിക്കുന്നു. സംശയമുണ്ടോ എന്തേലും? ഇല്ല. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഉത്തരങ്ങളിലേക്ക് പോകാം. ഇല്ല, കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. നമ്മളത് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കുകയാണ് അല്ലേ? അതെ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ കഷ്ടതയിൽ. അപ്പൊ ആന്റി 2 ചോദ്യങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ശരി ഉത്തരം നൽകി കഴിഞ്ഞേ. ആന്റി എങ്ങനെ വർക്ക് ചെയ്യുവാണോ അതോ വീട്ടിലാണോ, എങ്ങനാ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. വീട്ടമ്മയായിരുന്നു. പിന്നെ പിള്ളേരെയൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു. ട്യൂഷൻ എടുക്കുവാണ്. അപ്പൊ ട്യൂഷൻ ടീച്ചറാണ്. ഇപ്പൊ ഇല്ല, സ്കൂള് അടവല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്തിട്ടുള്ള ഒരു അധ്യാപികയാണ് അല്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും നാള് കുഞ്ഞുങ്ങളെയല്ലേ പഠിപ്പിച്ചേ? ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാവോ? പാടാം. പാടിക്കോളൂ ആന്റി. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കഹളധ്വനി കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. 1000 വിശുദ്ധരുമായി കാന്തനം കർത്താവ് വന്നിടുമേ, ആർത്തിയോടവനായി കാത്തിടമേ, ആർത്തിയോടവനായി കാത്തിടമേ. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, കഹളധ്വനി വിണ്ണിൽ കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി.
രാജ്യങ്ങൾ രാജ്യങ്ങളുണർന്നിടുന്നേ, യൂതർ തൻ രാഷ്ട്രവും പുതുക്കിടുന്നേ. ആകയാൽ സഭയെ നീ ഉണർന്നിടുക, ആകയാൽ സഭയെ നീ ഉണർന്നിടുക. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പിൻ, സകല ധ്വനി വിണ്ണിൽ കേട്ടിടാറായി, സ്നേഹത്തിൽ നമ്മയും ചേർത്തിടാറായി. ആന്റി ഹലോ. ഹലോ, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ. പ്രാർത്ഥനയ്ക്കൊക്കെ പാടുന്നതാണോ വീട്ടില്? സന്ധ്യ പ്രാർത്ഥനയൊക്കെ ആ ചൊല്ലുമ്പോ അതെ അതെ അതെ. സന്ധ്യക്ക് കേൾക്കുന്ന ഒരു ടോണുണ്ട്. ഈ അമ്മമാരൊക്കെ നമ്മള് വീട്ടില് പാടുമല്ലോ, അപ്പൊ ഇതേപോലത്തെ പാട്ടുകളാ പാടുന്നത്. അതെ. കേൾക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കെ. അതിനേക്കാളുപരി പാടാൻ പറഞ്ഞപ്പോ ഉടനെ പാടിയതിൽ വലിയൊരു താങ്ക് യു. ഓക്കെ ആന്റി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: കഷ്ടത എന്തിനെ ഉളവാക്കുന്നു? സഹിഷ്ണുതയെ. ഭയങ്കര മലയാളം ചോദ്യം. അധ്യാപിക ആയതുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്ന ചോദ്യം പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്ന പോലെ ഉണ്ട്. എന്തിനെയാ കഷ്ടത ഉളവാക്കുന്നത്? കറക്റ്റ് ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, സഹിഷ്ണുതയെ. ഇപ്പൊ 3 ചോദ്യങ്ങൾ നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തേ. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപായിട്ട് ആന്റി ഒരു വചനം പങ്കുവെക്കാവോ? ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനം പറയാവോ? വചനം യോഹന്നാൻ 3:16. പറഞ്ഞോളൂ. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അല്ലേ? അതെ. നമ്മളെയൊക്കെ അതുകൊണ്ടാ സ്നേഹിക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ അതേ സ്നേഹം നിലനിർത്തിക്കൊണ്ട് അവസാനത്തെ ചോദ്യം കൂടി കേറാവേ. ചോദ്യം ഇതാണ്: സഹിഷ്ണുത എന്തിനെ ഉളവാക്കുന്നു? അത് അത്യാവശ്യം ഇച്ചിരി ഒന്ന് ചിന്തിച്ചാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ കറക്റ്റ് ഉത്തരമാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, സിദ്ധതയെ. എനിക്കൊന്ന് ആ വചനങ്ങളുടെ ആ ഒരു സീരീസ് കുറച്ച് ഇങ്ങനെ പോകുന്നേ അല്ലേ? എന്തിനെ ഉളവാക്കുന്നു? കഷ്ടത, സഹിഷ്ണുത. നമ്മളെപ്പോഴും ഇത് ഇങ്ങനെ കേൾക്കുന്ന കാര്യങ്ങളല്ലേ? അതെ അതെ, സഹിഷ്ണുത, സിദ്ധത. അപ്പൊ അത് ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കിടക്കും. ഓക്കെ, അപ്പോ ആന്റി എന്തൊക്കെ പറഞ്ഞാലും 4 ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു. വലിയൊരു കൺഗ്രാറ്റുലേഷൻ. ഓക്കെ ആന്റി, അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക. അതെ, ഇതുപോലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പാട്ടും വചനവും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, സൂസൻ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്, മാവേലിക്കരയിൽ നിന്നും. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള, ബൈബിളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരു അമ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം ഈശോ ജീവിതത്തിൽ കൊടുക്കട്ടെ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഒരു പാവപ്പെട്ട കർഷകൻ ഒറ്റയ്ക്ക് അങ്ങനെ ആ വഴിയിലൂടെ നടന്ന് നീങ്ങുകയാണ്. അദ്ദേഹം നടക്കുമ്പോൾ ഇരുവശത്തും കാടാണ്, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലേക്കുള്ള യാത്രയുടെ മധ്യേ കാട്ടിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബാക്കി 9 പേരും തങ്ങൾ സുരക്ഷിതരായി എന്ന് കരുതി അമ്പലത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, പെട്ടെന്നത് സംഭവിച്ചു. എന്താണെന്നല്ലേ ഒരു സംശയം ഉണ്ടാകാം. വലിയൊരു ഇടിമിന്നൽ ഭൂമിയിലേക്ക് പതിക്കുന്നു. അത്രയും നേരം ഇടിമുഴക്കത്തോടുകൂടി വലിയ ശബ്ദ കോലാഹലങ്ങളോടെ അവിടെ അത്രയും മുഴങ്ങിക്കൊണ്ടിരുന്ന ഇടിമുഴക്കം, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനെ ആവരണം ചെയ്തുകൊണ്ടിരുന്ന ഇടിമിന്നലുകൾ വലിയൊരു നടുക്കത്തോടുകൂടി, വലിയൊരു പൊട്ടിത്തകർച്ചയോടുകൂടി ഭൂമിയിലേക്ക് പതിക്കുകയാണ്. എന്നാൽ അതിൽ ഏറ്റവും അത്ഭുതമൂറിയത് മറ്റൊരു കാര്യമാണ്. ഈ ഇടിമിന്നൽ പതിച്ചത് ഈ ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രവും ഒപ്പം അതിനകത്തുണ്ടായിരുന്ന 9 പേരും കത്തിച്ചാമ്പലാവുകയാണ് നിമിഷ നേരം കൊണ്ട്. അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ ഒറ്റയായിട്ടുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ എല്ലാവരും കൂടി പുറത്താക്കിയ, പാപിയെന്ന് മുദ്രകുത്തി പുറത്താക്കിയ ആ മനുഷ്യനാകട്ടെ ദൂരെ മാറി നിന്ന് ഈ കാഴ്ച കണ്ട് നെഞ്ചിലേക്ക് കൈവച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നു: കൂട്ടത്തിൽ ഞാൻ മാത്രമായിരുന്നില്ലേ പാപി? പിന്നെയും എന്തേ അവർക്ക് ഇങ്ങനെ സംഭവിച്ചു? ഏറ്റവും പ്രിയമുള്ളവരെ, ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പാപികളെന്ന് കരുതി മുദ്ര കുത്തുന്നവർ, തെറ്റുകാരാണെന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നവർ ഒരുപക്ഷെ തെറ്റുകാരോ പാപികളോ ആയിരിക്കണമെന്നില്ല. കഥയുടെ അവസാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലെ അവസാനത്തെ കോളിലേക്ക് നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഉദയ എന്നാണ്. ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. കൊല്ലത്തുനിന്ന് ഉദയ അല്ലേ? ചേച്ചി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ 2 ഹസ്ബൻഡും 2 മക്കളും. 2 മക്കൾ. മക്കളൊക്കെ പഠിക്കുവാണോ?
അതെ. ഓക്കെ. സ്കൂളുകളിലാണോ? അല്ല, ഒരാൾ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷം കഴിഞ്ഞു. ഓക്കെ. ഒരാള് ബികോം 2ാം വർഷം കഴിഞ്ഞു. ഇപ്പൊ 2ാം വർഷം. ഓക്കെ. രണ്ടുപേരും എഞ്ചിനീയേഴ്സ് അല്ലേ? അല്ല, ഒരാള് ബികോം ആണ്. അപ്പൊ അവരൊക്കെ കോളേജിലേക്കൊക്കെ പോയോ? വീട്ടിലുണ്ടോ? ഇല്ല, രണ്ടുപേരും. ഒരാൾക്ക് ഇന്ന് എക്സാം നടക്കുന്നു, ബികോമിന് എക്സാം നടക്കുന്നു. മൂത്ത ആൾ ഇവിടെ ഉണ്ട്. അതിന് എക്സാമാണ് 27-ാം തീയതി. ഓക്കെ. അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു അല്ലേ? ഇരിക്കുന്നു. ഓക്കെ ചേച്ചി. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വന്നാലോ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ഓക്കെ. അപ്പോ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? പറയാതെ പതിയെ പറഞ്ഞാൽ മതി. അഭക്തർക്ക് വേണ്ടി. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം പറഞ്ഞപ്പോ ചെറിയൊരു സംശയത്തിന്റെ ലാഞ്ചന അതിലുണ്ടായിരുന്നേ, ആണോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ വേണ്ട കേട്ടോ, കറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ആ ഭക്തർക്ക് വേണ്ടി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പിന്നിട്ടു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് യാത്ര തുടരാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദൈവം നമ്മോടുള്ള തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട്. അത് നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നപ്പോഴാ? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട്. അതെ, തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ കർത്താവ് പ്രസിദ്ധമാണ്. വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്ന് സന്തോഷമായി അല്ലേ? പിന്നെ അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ. ഓക്കെ. ഇപ്പോഴാ പൂർവാധികം കോൺഫിഡൻസോട് കൂടി ഉദയ ചേച്ചിയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നേ. ഓക്കെ. അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ പിന്നിട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് പാടാം. ഞാൻ കേട്ടോളാം. അയ്യോ അല്ല, ചേച്ചി പാടും. പാടിയാ നിങ്ങളെല്ലാം ഇനിയിപ്പോ ഫോണും കളഞ്ഞിട്ടോളും. അയ്യോ സാറില്ല. അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ സാങ്കേതിക യുഗമല്ലേ, നമുക്ക് ഫോണിൽ കൂടി കേൾക്കാം. അതൊന്നും പ്രശ്നമല്ല. പാടിക്കൂ. ഞങ്ങൾ ഇവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോളാം. തുടങ്ങാം നമുക്ക്. വേണ്ട, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകണ്ട. അങ്ങനെയാണെങ്കിൽ എന്നാ പിന്നെ വെറുതെ വിടാൻ പറ്റത്തില്ല. പാട്ട് പാടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വചനം പറഞ്ഞേ പറ്റൂ. അങ്ങനെയുണ്ടല്ലേ? അതെ. നമ്മൾ ഉത്തരങ്ങൾ ശരിയാക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാ. അത് ശരി. അങ്ങനെയുണ്ട്. അതെ. അപ്പൊ ഒരു വചനം പങ്കുവെക്കാം. ഓക്കെ. ഞാനൊരു പാട്ടങ്ങ് പാടാവായിരിക്കും നല്ലത്. എന്നാ പാടിക്കോ. അപ്പൊ നിങ്ങൾ ഇനി മേലെ എന്നെ വിളിക്കത്തില്ലല്ലോ. അങ്ങനെ. എന്നാ പാടിക്കോ. ഞങ്ങള് പാട്ട് കേട്ടിട്ട് തീരുമാനിക്കാം. ഓക്കെ. വരവടുത്തു പോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്ത് യോഗ്യത, എനിക്കെന്ത് യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്ത് യോഗ്യത. മഞ്ഞ പാട്ട്. ഇതാണ് പാട്ട് പാടത്തില്ല എന്ന് പറഞ്ഞത് അല്ലേ? ഈ സംസാരിച്ചപ്പോ ഭയങ്കര ബോൾഡായിട്ട് സംസാരിച്ച ആള് പാട്ട് പാടിയപ്പോ സൗണ്ട് ഒക്കെ അങ്ങ് പതിഞ്ഞ് എന്നിട്ട് പാടത്തില്ലെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. ഇപ്പൊ നന്നായിട്ട് പാടി. നന്നായി. താങ്ക് യു. ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക, പാടുക. ഇതിന് വേണ്ടിട്ട് വേണമെങ്കിൽ പുതിയ പാട്ടുകൾ പഠിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. ചോദ്യം ഇതാണ്: നാം ആരായിരിക്കുമ്പോഴാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്? നാം പാപികളായിരിക്കുമ്പോഴും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ ചോദ്യമായിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു അല്ലേ? അതെ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. അതെ. നമ്മള് പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് യേശു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചത്. അതെ, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. അതിന്റെ ഉത്തരം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. അതെ. അപ്പൊ ഇനി നമുക്ക് ഒരൊറ്റ ചോദ്യം അവശേഷിക്കുന്നുള്ളൂ. കോൺഫിഡന്റ് അല്ലേ? പിന്നെ ആണോന്ന്. എന്ത് ചോദ്യമാ അല്ലേ? അതെ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്:
നാം നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടും. എനിക്ക് വയ്യ, എല്ലാ ഉത്തരങ്ങളും ഇങ്ങോട്ട് പറഞ്ഞുതരാൻ നിൽക്കുവാണ്, ചോദ്യങ്ങൾ ഉൾപ്പെടെ. അല്ല, നിങ്ങൾക്ക് ആൻസർ അറിയാത്തതല്ലേ എന്നോട് ചോദിച്ചത്. അതെ അതെ, അപ്പൊ ഉറപ്പായിട്ടും ഞാനെങ്കിലും പറയണ്ടേ? ഞങ്ങൾക്ക് ഉത്തരത്തിന് ഞങ്ങൾക്ക് സംശയം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോ എന്തായാലും ഉത്തരം ഇതാണ്, യേശുവിന്റെ രക്തത്താൽ. അപ്പോ 4 ചോദ്യങ്ങൾക്ക് ഇപ്പൊ ശരി ഉത്തരം പറഞ്ഞു തന്നില്ലേ ഞങ്ങൾക്ക്? ഓക്കെ, അപ്പോ ചേച്ചി 4 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊരു പാട്ടൊക്കെ പാടി. ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഓക്കെ. ഉദയ ചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചിക്കും കുടുംബത്തിനും മക്കളൊക്കെ പഠിക്കുവാണ്, അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നന്നായിട്ട് പ്രകാശിക്കാൻ അവരെ കൊണ്ട് സാധിക്കട്ടെ. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക്, നമ്മുടെ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ആ ഒരു ഒറ്റപ്പെട്ട ഒരു കർഷകൻ ഇതെല്ലാം കണ്ട്, ഈ കാഴ്ചകളൊക്കെ കണ്ട് നെഞ്ചത്ത് കൈവച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ? പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് സംഭവിക്കാറുണ്ട്, ഇങ്ങനെ സംഭവിക്കാറുണ്ട്. തെറ്റുകാരാണെന്ന് നമ്മൾ ചൂണ്ടുന്നവർ ഒരുപക്ഷെ തെറ്റുകാരാകണമെന്നില്ല. ഇവിടെ ഈ 9 പേരും ഒറ്റ സഖ്യം ചേർന്ന് ഈ പാവപ്പെട്ട മനുഷ്യനെ ആക്രമിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്നപ്പോൾ തന്നെ അവർ ഏറ്റവും വലിയ പാപികളായി മാറുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, കൂട്ടത്തിലെ പാപിയെ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ തങ്ങളിലുള്ള പാപക്കറകളെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നു. നമ്മളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിലെ ഏറ്റവും വലിയ തടിക്കഷ്ണങ്ങളാകുന്ന പാപങ്ങളെ കാണാതെ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കടുകുമണിയോളം ചെറുതായിട്ടുള്ള പാപങ്ങളെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മൾ വിധി പ്രസ്താവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നീ ഞങ്ങളോടൊപ്പം ചേർന്ന് നടക്കാൻ യോഗ്യനല്ല, അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മളും പലരെയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം നടക്കാൻ ആഗ്രഹിച്ചവരെ നമ്മൾ പരിഗണിക്കാതിരുന്നിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള പരിഗണന അവർക്ക് നൽകാതിരുന്നിട്ടുണ്ട്, അർഹതപ്പെട്ടവരിലേക്ക് നമ്മൾ പലതും എത്തിച്ച് കൊടുക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വലിയ വലിയ എന്നാൽ ചെറിയ ചെറിയ പാപങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിൽ സംശയമില്ല. നമ്മുടെ ചുറ്റിലുമുള്ള പാപ സാഹചര്യങ്ങളെ കണ്ടുപിടിക്കാൻ, ചേർത്ത് പിടിക്കേണ്ടവരെ ഒപ്പം ചേർത്ത് പിടിക്കുവാൻ, ആരെയും തള്ളിക്കളയാതെ പരിഗണനയോടുകൂടി മുന്നോട്ട് പോകുവാൻ, ചെറിയ ചെറിയ തെറ്റുകൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വന്നെങ്കിൽ പോലും അതിനൊക്കെയും അവർക്ക് വേണ്ടി ദൈവത്തോട് മാപ്പ് ചോദിച്ച്, ക്ഷമ ചോദിച്ച്, സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമ്മുടെ ഹൃദയങ്ങളെ നീതിയുള്ളതാക്കുവാൻ ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.